Hey guys, welcome back to another vlog. So guys, അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു E280 V6 പെട്രോൾ മെഴ്സിഡീസ് ബെൻസ് ആണ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇതൊരു മെഴ്സിഡീസ് ബെൻസ് 2007 മോഡൽ മെഴ്സിഡീസ് ബെൻസ് E280 W211 മോഡലാണ്. സോ ഇത് പെട്രോളാണ്, കുറച്ച് റെയർ ആയിട്ടുള്ള വേരിയൻ്റാണ്. കൂടുതലായിട്ടും നമുക്ക് ഇതിൻ്റെ ഡീസൽ വേരിയൻസ് കൂടുതലായിട്ട് നമുക്ക് നാട്ടിൽ കാണാൻ പറ്റുമാണ്, പക്ഷേ ഇതിൻ്റെ പെട്രോൾ ഭയങ്കര റെയറാണ്. സോ ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ OLX-ലാണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് പ്ലാറ്റ്ഫോമിൽ നോക്കിയാലും നമുക്ക് ഡീസൽ വണ്ടി കോമൺ ആയിട്ട് കൂടുതലായിട്ട് കാണാൻ പറ്റും, പക്ഷേ പെട്രോൾ വണ്ടി ഭയങ്കര റെയറാണ്. ആൻഡ് ഇതൊരു V6 പെട്രോളാണ്, ഓട്ടോമാറ്റിക്കാണ്. ആൻഡ് ഓഫ് കോഴ്സ് വണ്ടി നല്ല പവർഫുള്ളും ആണ്. ആൻഡ് വണ്ടി ഏകദേശം 231 bhp ആൻഡ് 300 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടിയുടെ എൻജിൻ ബേയിൽ നിന്ന് തുടങ്ങാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് വണ്ടിയുടെ എഞ്ചിൻ ബേ. വണ്ടിയിൽ വരുന്നത് ഒരു V6 പെട്രോൾ എഞ്ചിനാണ്, 3 ലിറ്റർ. ആൻഡ് വണ്ടി മാക്സിമം bhp 231 bhp ആൻഡ് 300 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു എഞ്ചിനാണ്. ആൻഡ് വണ്ടി ഓഫ് കോഴ്സ് നല്ല പവർഫുള്ളാണ് ആൻഡ് ഭയങ്കര സ്മൂത്താണ് വണ്ടി ഓടിക്കാൻ. വണ്ടി V6 ആയതുകൊണ്ട് തന്നെ വണ്ടി ഭയങ്കര സ്മൂത്ത് ആൻഡ് പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. സോ ഞാൻ ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടുള്ളതും കണ്ടിട്ടുള്ളത് വെച്ചൊരു മാസീവ് എഞ്ചിൻ ബേ ആണ് വണ്ടിയുടെ. ഒരു V6 ആണ് വണ്ടിയിലിരിക്കുന്നത്. അത്രയും സ്പേസ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. മാക്സിമം ഫുഡിനകത്ത് വേറെ ബാലൻസ് സ്പേസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വണ്ടിയുടെ എഞ്ചിൻ ഫുള്ളായിട്ട് അക്കോമഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് എഞ്ചിൻ്റെ സെൻട്രലായിട്ട് തന്നെ V6-ൻ്റെ ബാഡ്ജിങ് ആണ്. ആൻഡ് ഇവിടെ മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു ലോഗോ ഉണ്ടായിരുന്നു, അത് ഇളകിപ്പോയെന്നാണ് ഓണർ പറഞ്ഞത്. അതിനെ ഇപ്പോൾ പുതിയത് വാങ്ങിച്ച് റീപ്ലേസ് ചെയ്യണം. സോ ഗൈസ്, ഇപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഡിസൈൻ ആണെങ്കിൽ നമുക്ക് ഐക്കോണിക് ആയിട്ടുള്ള ട്വിൻ ഹെഡ് ലാംപ്സ് ആണ് വണ്ടിയിൽ വരുന്നത്. ബെൻസ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരുന്നത് ഈ വണ്ടിയുടെ ഒരു ഫേസും അതുപോലെ W124ൻ്റെ ഫേസുമാണ്. ആൻഡ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ലാർജർ ഗ്രില്ലാണ്. ഇവിടെ ആയിട്ട് മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു ലോഗോ ഉണ്ട്, ഫ്ലാറ്റ് ആയിട്ടുള്ള. ആൻഡ് ഇവിടെ ആയിട്ട് 3 പോയിൻറ്റഡ് സ്റ്റാർസ് ലോഗോ. സോ ഇത് വണ്ടി അകത്തുനിന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ലോഗോ കണ്ട് ഓടിക്കുന്ന ഫീൽ എന്ന് വേറെ തന്നെയാണ്. ആൻഡ് ഇതിൽ നമുക്ക് ലോ ബീം വരുന്നത് പ്രൊജക്ടർ ഹെഡ് ലാംപ്സും ആൻഡ് ഹൈ ബീം കൊടുത്തേക്കുന്നത് ഹാലജനാണ്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് 3 സ്ലാറ്റ്സ് ഉള്ള ഒരു ഇൻഡിക്കേറ്റർ കാണാം. ആൻഡ് ഇവിടെ താഴെയായിട്ട് വണ്ടിയിൽ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. സോ ഈ വണ്ടിയുടെ സൈഡ് വൈസ് ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മെയിൻ അട്രാക്ഷൻ വണ്ടിയുടെ അലോയ് വീൽസ് ആണ്. വണ്ടിയിൽ 20 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. വണ്ടി അതുകൂടാതെ വണ്ടി ലോവർ ചെയ്തിട്ടുണ്ട്, ലോവറിങ് സ്പ്രിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഈ വണ്ടിയിൽ സ്റ്റോക്ക് വരുന്നത് 16 ഇഞ്ച് വീൽസ് ആണ്. സോ ഇപ്പോൾ ഇതിൽ മാക്സിമം അപ്സൈസ് ചെയ്തേക്കുന്നത് 20 ഇഞ്ച് വീൽസ് ആണ്. ഇത്ര അപ്സൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര അപ്സൈസ് ചെയ്തേക്കുന്നത് തന്നെ വണ്ടിയിൽ ഫെൻഡറിലൊക്കെ ക്രാക്ക് വീണിട്ടുണ്ട്. ഇതിപ്പോൾ ഓവറായിട്ടാണ് അപ്സൈസ് ചെയ്തേക്കുന്നത്. വണ്ടിയുടെ ലുക്കിന് മാത്രം പ്രിഫറൻസ് കൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ആൻഡ് വണ്ടി ഇപ്പം നമുക്ക് ചെറിയൊരു ഡിപ്പിലാണെങ്കിലും ചെറിയ കുറച്ച് റഫ് റോഡ്സിലാണെങ്കിലും ഈ അലോയ് വീൽസ് ഇട്ടുകൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല. ബാക്കിലാണെങ്കിലും അതുപോലെ തന്നെ ചെറിയ കുഴിയിലൊക്കെ ഇറങ്ങിയാൽ തന്നെ നേരെ ടയർ വന്ന് ഫെൻഡറിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുവാണെങ്കിലും അടിപൊളിയാണ്. വണ്ടി ലോവർ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ലുക്ക് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് എലഗൻസിൻ്റെ ഒരു ബാഡ്ജിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയി. വണ്ടി W280 V6 എലഗൻസ് മോഡലാണ് വണ്ടി. സോ എലഗൻസിൻ്റെ ബാഡ്ജിങ് ഡോറിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വണ്ടിയുടെ റിയർ വ്യൂ മിറേഴ്സ് ആണെങ്കിൽ ഓട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് അകത്തുനിന്ന് നമുക്ക് മാനുവലി ഫോൾഡ് ചെയ്യാനും പറ്റും. ആൻഡ് മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ആൻഡ് വണ്ടിയുടെ ഡോർ ഹാൻഡിൽസിൽ ചെറിയ ക്രോം ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വണ്ടി ടോട്ടലി ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ആ ക്രോം എലമെൻറ്റ്സ് ഒക്കെ കാണാൻ അടിപൊളിയാണ്. അതുപോലെ വണ്ടിയിൽ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് വരുന്നത്. അതുപോലെ വണ്ടിയിൽ റിയർ ഡിഫോഗേഴ്സ് വരുന്നുണ്ട്. ആൻഡ് വണ്ടിയുടെ റിയർ സൈഡിൽ നിന്ന് ലുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സെൻട്രലായിട്ട് മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു ലോഗോ കാണാം. ആൻഡ് ഇവിടെ ആയിട്ട് V6 പെട്രോളിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ഇത് ഈ വണ്ടിയിൽ വരുന്നതല്ല, ഇത് ഓണർ പുറത്തുനിന്ന് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്തൊരു ബാഡ്ജിങ് ആണ്. ആൻഡ് വണ്ടിയിൽ വരുന്നത് ഒരു ലാർജർ ടെയിൽ ലാംപ്സ് ആണ്, അതിനകത്ത് തന്നെ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. ആൻഡ് വണ്ടിയിൽ റിവേഴ്സ് ക്യാമറ ഒന്നും വരുന്നില്ല. വണ്ടിയുടെ റിയർ ബമ്പേഴ്സിൽ നമുക്ക് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. ആൻഡ് വണ്ടിയിൽ റിയർ ആൻഡ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് ആണ് വണ്ടിയിൽ വരുന്നത്. സോ ഗൈസ്, അപ്പോൾ ഞാൻ വണ്ടിയുടെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. വണ്ടിയിൽ വരുന്നത് ഒരു 540 ലിറ്റേഴ്സ് ലാർജ് ബൂട്ടാണ്. ആൻഡ് ഇതിപ്പോൾ കുറച്ച് ഡസ്റ്റായിട്ട് കിടക്കുകയാണ്. വണ്ടി ഭയങ്കര വലിയ ബൂട്ടാണ്. നമുക്കൊരു വലിയ 2-3 പെട്ടിയൊക്കെ വെക്കാൻ പറ്റുന്ന അത്ര സ്ഥലമുണ്ട്. ആൻഡ് വണ്ടിയുടെ സ്പെയർ വീൽ വരുന്നത് ഇതിനടിയിലായിട്ടാണ്. ആൻഡ് വണ്ടിയുടെ ബാറ്ററി ആണെങ്കിലും ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ ആയിട്ടൊരു ഡിക്കി ലാമ്പ് വരുന്നുണ്ട്. ഇവിടെ ഡിക്കി ഡോറൊക്കെ നീറ്റ്ലി ഇൻസുലേറ്റഡ് ആണ്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് വണ്ടിയുടെ കീ വരുന്നത്. സോ നമുക്കിനി വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് കയറാം. സോ ഗൈസ്, അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് കയറി കഴിഞ്ഞാൽ ടോട്ടലി ഒരു വുഡി ലെതർ ഫിനിഷാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ കൊടുത്തേക്കുന്നത്. ആൻഡ് ഓവറോൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീൽ കാണാനൊക്കെ അടിപൊളിയാണ്.
ആൻഡ് വണ്ടിയുടെ ഇന്റീരിയറിൽ കയറി നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന മെഴ്സിഡീസ് ബെൻസിന്റെ ലോഗോ പതിപ്പിച്ച ഒരു വുഡൻ ഫിനിഷിംഗിലുള്ള സ്റ്റിയറിംഗ് വീലാണ് വിത്ത് സ്റ്റിയറിംഗ് കൺട്രോൾസ്. സ്റ്റിയറിംഗ് വീലിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വൈപ്പർ കൺട്രോൾസ് കാണാം. ഇവിടെ ആയിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോളിന്റെ കൺട്രോൾസ് കാണാം. ഇതിൽ ഡ്രൈവർ സൈഡ് ഡാഷിൽ തന്നെയാണ് ഹെഡ് ലാമ്പ് കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ആയിട്ട് ഒരു AC വെന്റ് കാണാം. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് മിറർ കൺട്രോൾസ് കാണാം, സൈഡ് മിറർ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾസ്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് പവർ വിൻഡോ കൺട്രോൾസ് കാണാം. വണ്ടിയുടെ സെൻട്രലായിട്ട് നമുക്ക് 2 AC വെന്റ്സ് കാണാം. ആൻഡ് ഇവിടെ കോ ഡ്രൈവർ സൈഡിലായിട്ട് നമുക്ക് ഒരു AC വെന്റ് കാണാം. ആൻഡ് ഇവിടെ ആയിട്ട് വണ്ടിയിൽ AC കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയിൽ വരുന്നത് ഒരു ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വണ്ടിയിൽ വരുന്നത്. AC കൺട്രോൾസിന്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റീരിയോ കൺട്രോൾസ് കാണാം. വണ്ടിയിൽ CD ഇടുന്ന ടൈപ്പ് സ്റ്റീരിയോ ആണ് വന്നിരിക്കുന്നത് അന്നത്തെ കാലത്ത്. ആൻഡ് അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ടെലിഫോൺ കൺട്രോൾസ് കാണാം. അതിന് താഴെയായിട്ട് നമുക്ക് റിയർ ബ്ലൈൻഡിന്റെ ബട്ടൺ കാണാം. ആൻഡ് റിയറിൽ ബ്ലൈൻഡ് വരുന്നുണ്ട്. ആൻഡ് ഇത് നമുക്ക് റിയർ ഹെഡ് റെസ്റ്റ് ഫ്ലിപ്പ് ചെയ്യാനുള്ള ബട്ടൺ ആണ്. ബാക്കിലെ ഹെഡ് റെസ്റ്റ് ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ആണ്. ആൻഡ് ഇത് വണ്ടി അൺലോക്ക് ആൻഡ് ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ. ആൻഡ് ഇത് ESP ടേൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ. ആൻഡ് നടുക്കായിട്ട് നമുക്കൊരു ഹസാർഡ് വാർണിംഗ് ലാമ്പിൻ്റെ ബട്ടൺ കാണാം. അതിന് താഴെയായിട്ട് ഇതിനകത്ത് ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ടൊരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചെറിയ സ്പേസ് ഉണ്ട്, നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാം. ആൻഡ് ഇതാണ് വണ്ടിയുടെ ഗിയർ ലിവർ. ഇതിനകത്ത് നമുക്ക് എലഗൻസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ആൻഡ് വണ്ടിയിൽ വരുന്നത് 7G ട്രോണിക് 7 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വണ്ടിയിൽ വരുന്നത്. ആൻഡ് ഗിയർ ലിവറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ കാണാം. കംഫോർട്ട് ആൻഡ് സ്റ്റാൻഡേർഡ് 2 മോഡ്സാണ് വണ്ടിയിൽ വരുന്നത്. ആൻഡ് വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു വലിയ സ്പീഡോമീറ്റർ കാണാം. ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് ഒരു ടാക്കോമീറ്റർ കാണാം. ഇതിൻ്റെ സൈഡിലായിട്ട് വണ്ടിയുടെ എഞ്ചിൻ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ താഴെയായിട്ട് നമുക്ക് ഇത് ഗിയർ പൊസിഷൻ കാണിക്കുന്നതാണ്. ആൻഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ക്ലോക്ക് വരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫ്യൂൽ മീറ്റർ കാണാൻ സാധിക്കും. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ വരുന്നുണ്ട്. MIDയുടെ കൺട്രോൾസ് വരുന്നത് ഇവിടെയാണ്. വണ്ടിയിൽ ടോട്ടലി വരുന്നത് 6 എയർ ബാഗ്സ് ആണ്. ആൻഡ് അതുപോലെ വണ്ടിക്ക് ABS ഉണ്ട്, വണ്ടിക്ക് ESP വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഓട്ടോ ഡിമിംഗ് ഉള്ള റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. ആൻഡ് ഇവിടെ ആയിട്ട് വണ്ടിയിൽ സൺറൂഫിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ആൻഡ് അതിന് മേളിലായിട്ട് നമുക്ക് ലാമ്പിൻ്റെ കൺട്രോൾസ് കാണാം. ഇത് ഫ്രണ്ടിലെ ഈ ലാമ്പിൻ്റെ, ആൻഡ് ഇത് ഡോറിലെ ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ, ആൻഡ് ഇത് റിയറിലെ ലാമ്പിലെ. ആൻഡ് ഈ 2 സൈഡിലായിട്ട് നമുക്ക് റീഡിംഗ് ലാമ്പിൻ്റെ ബട്ടൺസ് വരുന്നുണ്ട്. ഇത് ഇവിടെ ആയിട്ടാണ് റീഡിംഗ് ലാമ്പ് വരുന്നത്. ഇപ്പുറത്തെ ബട്ടൺ ഇട്ട ഇപ്പുറത്തും വരും. സോ ഇവിടെ ആയിട്ടാണ് റീഡിംഗ് ലാമ്പ് പ്ലേസ് ചെയ്തേക്കുന്നത്. റിയർ വ്യൂ മിററിൻ്റെ അടിയിലായിട്ടാണ് റീഡിംഗ് ലാമ്പ് വരുന്നത്. സോ ഇവിടെ തന്നെ നമുക്കിത് ടേൺ ഓഫ് ചെയ്യാൻ 2 സൈഡിലുണ്ട്. 2 സൈഡിലായിട്ടാണ് അതിൻ്റെ ബട്ടൺസ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ചെറിയ മഴ പെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ സൺറൂഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കായിരുന്നു. മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. സൺറൂഫിൻ്റെ ബ്ലൈൻഡ് ആണെങ്കിൽ മാനുവൽ ബ്ലൈൻഡാണ്, നമ്മൾ കൈ കൊണ്ട് വലിച്ചിടണം, ഓട്ടോമാറ്റിക് ഒന്നുമല്ല. ആൻഡ് വണ്ടിയുടെ കോ ഡ്രൈവർ സൈഡ് സൺവൈസറിൽ നമുക്ക് ചെറിയൊരു വാർണിംഗ് ടാഗ് കാണാം. ആൻഡ് അതിനകത്തായിട്ടൊരു മിറർ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ടൊരു ലാമ്പ് വരുന്നുണ്ട്. മിറർ ഓപ്പൺ ചെയ്യുമ്പോൾ ലാമ്പ് ഓട്ടോമാറ്റിക്കലി ടേൺ ഓൺ ചെയ്യും. ഇവിടെ ആയിട്ട് ഒരു ആഷ് ട്രേ വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഈ ട്രേ മൊത്തത്തിൽ പുറത്തെടുക്കാൻ പറ്റും. ആൻഡ് ഗൈസ്, ആംറസ്റ്റിനകത്ത് ടോപ്പിൽ വരുന്നത് സ്പേസ് അല്ല, ഇതിനകത്തൊരു ബ്ലൂടൂത്ത് ഇൻ്റർഫേസ് ആണ്. ഇതിൻ്റെ കറക്റ്റ് യൂസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഗൂഗിൾ ലെൻസ് ഇട്ട് നോക്കിയിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ ആയിട്ടാണ് വണ്ടിയിൽ പാർക്ക് ബ്രേക്ക് വരുന്നത്. നമ്മൾ ചവിട്ടിയാണ് എൻഗേജ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ റിലീസ് ബട്ടൺ ഇവിടെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഡോർ പോക്കറ്റ്സിലാണെങ്കിലും ഈ ചെറിയൊരു സ്റ്റോറേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബോട്ടിൽ ഹോൾഡർ ഒന്നും കൊടുത്തിട്ടില്ല. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ കാണാം. സോ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ റിയർ സൈഡിലോട്ട് കയറാം. സോ ഗൈസ്, അപ്പോൾ വണ്ടിയുടെ റിയർ സൈഡിലാണെങ്കിലും നമുക്ക് ഡീസൻറ്റ് ലെഗ് റൂം കിട്ടുന്നുണ്ട്. ആൻഡ് ഞാനിപ്പോൾ ഫ്രണ്ട് സീറ്റ് ഞാനായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്തിട്ട് വന്നത്. ഇപ്പോൾ കുറച്ച് ബാക്കിലോട്ട് ഇറക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ടും അത്യാവശ്യം ഡീസൻറ്റ് ലെഗ് റൂം കിട്ടുന്നുണ്ട്. തൈ സപ്പോർട്ടാണെങ്കിലും അടിപൊളി തൈ സപ്പോർട്ടാണ് വണ്ടിയിൽ കിട്ടുന്നത്. ലെഗ് റൂം ആൻഡ് നീ റൂം ഒക്കെയാണ്. ഞാനിപ്പോൾ മാക്സിമം പുറമോട്ട് ഇറക്കിയിട്ടേക്കാണ്. എന്നിട്ടും നീ റൂം ആണെങ്കിലും ഇനിയിപ്പോൾ കറക്റ്റ് ജസ്റ്റ് ചെറിയ ഗ്യാപ്പിൽ നിൽക്കുകയാണ്, തട്ടുന്നൊന്നുമില്ല. വണ്ടിയിൽ റിയർ സൈഡിലും ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് 2 AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ കീപ്പ് ചെയ്യാം. ആൻഡ് അതിന് സൈഡിലായിട്ട് ഒരു 12 വോൾട്ട് പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓവറോൾ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റ് ആണെങ്കിലും റിയർ സീറ്റ് ആണെങ്കിലും സീറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒരു രക്ഷയില്ല. പ്രീമിയം ലെതർ സീറ്റ്സ് ആണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് വണ്ടിയുടെ കുഷനിങ് ആണെങ്കിലും അടിപൊളിയാണ്. വണ്ടിയുടെ റിയർ സീറ്റ്സ് ഒരു രക്ഷയില്ല. വണ്ടിയുടെ ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് ആൻഡ് കോ ഡ്രൈവർ സീറ്റിനെക്കാട്ടി അടിപൊളിയാണ് റിയർ സീറ്റ്. അതിൻ്റെ പാഡിങ് ആണെങ്കിലും സൈഡിൽ നിന്നുള്ള പാഡിങ് ആണെങ്കിലും താഴെ നിന്നുള്ള തൈ സപ്പോർട്ടാണെങ്കിലും എല്ലാം അടിപൊളിയാണ്. പുറകിലിരുന്ന് യാത്ര ചെയ്യാൻ അടിപൊളിയാണ് വണ്ടി. സൂപ്പർ കംഫോർട്ടാണ് വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ റിയർ സൈഡിൽ 2 പില്ലേഴ്സിലും നമുക്ക് AC വെൻസ് വരുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരെണ്ണം വരുന്നുണ്ട്. ആൻഡ് ലെഫ്റ്റ് സൈഡിലും AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് റിയർ ഡോറിലും നമുക്ക് ഒരു ആഷ് ട്രേ കാണാം. റൈറ്റ് സൈഡ് ഡോറിലും ആൻഡ് ലെഫ്റ്റ് സൈഡ് ഡോറിലും ആഷ് ട്രേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് റിയർ ഡോർസിൽ 2 ഡോറിലും നമുക്ക് സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. ഇത് മാനുവൽ സൺ ബ്ലൈൻഡ്സ് ആണ്. ആൻഡ് ബാക്കിലും നമുക്ക് സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. ഇതിന് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചപ്പോൾ അതിൻ്റെ ബട്ടൺ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പില്ലേഴ്സിലായിട്ട് നമുക്ക് എയർ ബാഗിൻ്റെ വാണിംഗ് കാണാം. ആൻഡ് വണ്ടിയിൽ ടോട്ടൽ 6 എയർ ബാഗ്സ് ആണ് വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റിയർ ഹെഡ് റെസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫ്ലിപ്പ് ചെയ്തടാ.
സോ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് തിരിച്ച് മാനുവലായിട്ട് എടുത്ത് വെക്കേണ്ടി വരും. തിരിച്ച് പഴയ പൊസിഷനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ഫ്ലിപ്പ് ചെയ്താടാ. സോ അങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻ. ഫ്രണ്ടിൽ സെൻട്രലായിട്ട് ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിനകത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ടൊരു 3 കപ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടിയിൽ ഡ്രൈവർ സൈഡ് ആൻഡ് കോ ഡ്രൈവർ സീറ്റ് 2 സീറ്റിൽ ലംബർ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവർ ഇതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പം ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽ സംസാരിക്കാം. സോ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഒരു 7 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. സോ സേഫ്റ്റി ഫസ്റ്റ്, നമുക്ക് ആദ്യം സീറ്റ് ബെൽറ്റ് ഇടാം. സോ വണ്ടി നമ്മൾ നേരെ പാർക്കിൽ നിന്ന് ഡ്രൈവിലോട്ട് ഇടുവാണ്. നമ്മൾ സോ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഒരു V6 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, 3 ലിറ്റർ. സോ വണ്ടി ഏകദേശം 231 bhp ആൻഡ് 300 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വണ്ടി ഭയങ്കര പവർഫുള്ളാണ്. അത്യാവശ്യം പവർഫുള്ളാണെന്ന് വെച്ചാൽ വണ്ടി അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. ആൻഡ് വണ്ടിയിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ 20 ഇഞ്ച് വീൽസ് ഇട്ടേക്കുന്നതുകൊണ്ട് വണ്ടി ഇപ്പം എന്താ ഇതുപോലുള്ള ചെറിയതായിട്ട് കുറച്ച് റോഡിൽ നിന്ന് ഇറങ്ങി കുറച്ച് മണ്ണുള്ള ഇതുപോലുള്ള സ്ഥലമാണെങ്കിൽ തന്നെ, ചെറിയ റഫ് റോഡ്സിലാണെങ്കിൽ തന്നെ വണ്ടി നമുക്ക് തിരിച്ചെടുക്കാനൊക്കെ പാടാണ്. വണ്ടിയുടെ വീൽസ് ഫെൻഡറിൽ വന്ന് നല്ലപോലെ ഉരയുന്നുണ്ട്. ആൻഡ് ഫ്ലാറ്റ് റോഡ്സിലാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ ഹംസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോൾ ഗോപ്രോയുടെ മൈക്കിൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഇപ്പം തന്നെ ഫെൻഡർ ചെറുതായിട്ട് ഉരയുന്നുണ്ട്. ആൻഡ് വണ്ടിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ് വണ്ടി. കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി പറക്കും. കിച്ചനാണ് വണ്ടി. ആൻഡ് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല റഷുള്ള സ്ഥലമാണ്, അതുകൊണ്ട് നമ്മൾ അധികം ഇവിടെ ആക്സിലറേറ്റ് ചെയ്ത് ഓടിക്കുന്നില്ല വണ്ടി. വണ്ടി സിമ്പിളായിട്ടാണ് 100 ഒക്കെ അടിക്കുന്നത്. ആൻഡ് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ആണെങ്കിലും ഒരു രക്ഷയില്ല. വണ്ടിയിൽ ഡ്യുവൽ എക്സോസ്റ്റ് ആണ് വരുന്നത്. ഞാൻ വെളിയിൽ കാണിച്ചപ്പോൾ എക്സോസ്റ്റ് കാണിക്കാൻ മറന്നുപോയി. സോ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ വണ്ടി ഇൻസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണ്. വണ്ടി കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി പറക്കും. വണ്ടിയുടെ നമ്മുടെ കാലിനടിയിൽ ഇങ്ങനെ പവർ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ആക്സിലറേറ്റ് ചെയ്യേണ്ട താമസം വണ്ടി പറക്കും. സോ നമുക്ക് ഈ വണ്ടിയുടെ ഓണറിനോട് ചോദിക്കാം, വണ്ടി ഇത്ര നാളത്തെ എങ്ങനെയുണ്ട് യൂസർ എക്സ്പീരിയൻസും. വണ്ടിയുടെ ഓണർ എൻ്റെ ഫ്രണ്ടാണ് വരുൺ. സോ ഇത്ര നാളത്തെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വണ്ടി അടിപൊളിയാണ്. ഡ്രൈവിങ്ങിലൊക്കെ കിട്ടിലുമാണ്. നമുക്ക് കാലെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു V6-ന്റെ കിക്ക് കിട്ടും. നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇത്രയും പവർഫുൾ വണ്ടിയാണ് വണ്ടി. ജസ്റ്റ് ഓവർടേക്കിംഗ് ഒക്കെ സിമ്പിളാണ് വണ്ടിയിലല്ലേ. പിന്നെ മെയിൻ്റെനൻസിന്റെ വണ്ടിയുടെ മെയിൻ്റെനൻസ് മാത്രമേ ഉള്ളൂ പ്രശ്നമായിട്ടില്ലേ? എങ്ങനെയുണ്ട് വണ്ടിയുടെ മെയിൻ്റെനൻസ് കോസ്റ്റ്, സർവീസ് കോസ്റ്റ് ഒക്കെ? 2 വർഷമായിട്ട് എനിക്ക് ഒരു 2 ലക്ഷം രൂപയോളം മെയിൻ്റെനൻസ് വന്നിട്ടുണ്ട്. 2 years ആയിട്ട്. ഇടയ്ക്ക് ECM ഒക്കെ റീപ്ലേസ് ചെയ്ത ECM റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളും എല്ലാം അത് റീപ്ലേസ് ചെയ്ത് വന്നപ്പോൾ തന്നെ 70,000 രൂപ. 70,000 രൂപ. ECM-നെ ബേസ് ചെയ്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ടോട്ടൽ എത്ര കോസ്റ്റ് വന്നു? അതപ്പോൾ എനിക്കൊരു 70. ഓക്കെ, അപ്പോൾ വണ്ടി V6 ആണ്, വണ്ടി പെട്രോൾ ആണ് ആൻഡ് ഓട്ടോമാറ്റിക് ആണ്. വണ്ടിക്ക് എങ്ങനെയുണ്ട് വണ്ടിയുടെ മൈലേജ് ഒക്കെ? മൈലേജ് എനിക്കിവിടെ കാക്കനാട് കിട്ടുന്നത് 3.5-4 4 km/ലിറ്റർ ആണ് ഗൈസ് വണ്ടിക്ക് മൈലേജ് കിട്ടുന്നത്. നാട്ടിലോട്ട് പോകുമ്പോൾ ഒരു 6 കിട്ടും. നാട്ടിലോട്ട് പോകുമ്പോൾ, നാടെന്ന് പറയുമ്പം കൊല്ലം കൊട്ടാരക്കരയാണ്. സോ നമ്മളിപ്പോൾ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഒരു 150 + 160 170 എത്ര കിലോമീറ്റർ ഉണ്ട്? 150ക്ക് മുകളിലുണ്ട് കിലോമീറ്റർ. സോ അങ്ങനെ പോകുമ്പോൾ വണ്ടിക്ക് 6 മൈലേജ് കിട്ടുന്നുണ്ട്. ആൻഡ് ഈ വണ്ടി തന്നെ ഡീസലും ഉണ്ടല്ലേ?
ഡീസലിന് കുറച്ചുകൂടെ ഫ്യൂൽ ഇഷ്യൻ അല്ലേ? ആ അതെ, അതെനിക്ക് 12 കിട്ടുന്നുണ്ട്. ഡീസൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടിക്ക് 190 bhp ആണെന്ന് തോന്നുന്നു പവർ വരുന്നത്. ഈ വണ്ടി ആണെങ്കിൽ ഒരു 231 bhp, അത്രയും പവർ കൂടുതലാണ്. അത്രയും പവർഫുൾ വണ്ടിയാണ് വണ്ടി അല്ലേ? ആൻഡ് ഓവറോൾ വണ്ടിയുടെ ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെയുണ്ട്? ഇങ്ങനെ ലോങ് ഒക്കെ പോയിട്ട് എങ്ങനെയുണ്ട്? ഡ്രൈവിംഗ് ഒക്കെ പക്കയാണ്, ഒരു രക്ഷയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലുക്ക് ഇങ്ങനെ ഓടി വരുന്ന കാണാൻ ഭയങ്കര അടിപൊളിയാണ്. അത് ശരിയാണ് ഗൈസ്, വണ്ടി ഓടി വരുന്ന കാണാൻ ഒരു രക്ഷയില്ല. വണ്ടി ഫുൾ ബ്ലാക്ക് ആണ്. സോ നമ്മളിപ്പം എറണാകുളം കളമശ്ശേരി HMT റോഡിലൂടെയാണ് വണ്ടി പോകുന്നത്. വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് അടിപൊളിയാണ് അല്ലേ? വണ്ടിയുടെ ഞാനിപ്പോൾ കുറച്ച് നേരം ഓടിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ എക്സോസ്റ്റ് സൗണ്ടാണ്. സ്റ്റോക്ക് എക്സോസ്റ്റ് ആണെങ്കിൽ തന്നെ കേൾക്കാൻ ഭയങ്കര സുഖമുള്ള എക്സോസ്റ്റ് സൗണ്ടാണല്ലേ? ഓടിക്കുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. ഭയങ്കര അറ്റൻഷനാണ് വണ്ടി അവിടെ കൊണ്ടുവരുന്നത്. എല്ലാവരും പ്രായമൊന്നുമില്ല. ഇപ്പൊ ഈ വണ്ടി തന്നെ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഉണ്ട്. ഇപ്പൊ അക്കോർഡ് V6 നോക്കി എന്ന് പറഞ്ഞപ്പം V6 നോക്കി ഒരെണ്ണം പോയിട്ട് അത് കംപ്ലൈന്റ് ആയിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് നമുക്കറിയാവുന്ന, അതായത് ഞാനിപ്പോ നിൽക്കുന്ന ഹൗസിന്റെ ഓണറുണ്ട്, പുള്ളിയുടെ വണ്ടി എടുക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പരിചയമുള്ള ആളുടെ തന്നെ എടുത്ത്. ഓക്കെ, അപ്പൊ ഇത്രയും നാളത്തെ വണ്ടിയുടെ യൂസിൽ എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈഡ് ആണോ? അതെ അതെ. മൈലേജ് നമ്മള് മൈലേജ് നോക്കിയിട്ട് കാര്യമില്ല. V6 വണ്ടിയിൽ എന്ത് മൈലേജ് നോക്കാൻ? ഈ വണ്ടി ആരും മൈലേജ് നോക്കിയല്ലോ വാങ്ങുന്നത്. സോ അപ്പോൾ ഓവറോൾ വണ്ടിയുടെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് ആണല്ലേ? ഓവറോൾ വണ്ടി അടിപൊളിയാണ്. എവിടെ ചെന്നാലും ഭയങ്കര അറ്റൻഷൻ ആണ് വണ്ടിക്ക്. വണ്ടി ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കും. അലോയൂടെ ചേഞ്ച് ചെയ്യണല്ലേ? ഇപ്പൊ 20 ഇഞ്ച് ഇട്ടേക്കുന്നത് ഇച്ചിരി അപ് സൈസ് കൂടി പോയില്ലേ? പക്ഷെ കാണാൻ നല്ല രസമാണ്. 16 ഇഞ്ചാ. 2 സൈസൊക്കെ നമുക്ക് മാക്സിമം അപ് സൈസ് ചെയ്യാം. അന്നേരത്തെ ഒരു രസത്തിന് ഇട്ടല്ലേ? പക്ഷെ കാണാൻ നല്ല രസമാണ് ഗൈസ്. ഞാൻ സൈഡ് പ്രൊഫൈലൊക്കെ ഞാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കാണാനൊരു രക്ഷയില്ല, അടിപൊളിയാണ്. ഫ്രണ്ടില് 245 35 20, ബാക്കിൽ 255 35 20. ഓ, സോ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ E280 പെട്രോൾ V6 മെഴ്സിഡീസ് ബെൻസിൻ്റെ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.